തോട്ടപ്പള്ളി സ്പിൽവേ വിവാദത്തിൽ മാത്യു കുഴൽനാടനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി. താൻ ഇന്നുവരെ ഒരു അഴിമതിയും നടത്തിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഓഡിയോ സന്ദേശം പുറത്തുവിട്ടതെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. നിരവധി അഴിമതി ആരോപണങ്ങളുള്ള മാത്യു കുഴൽനാടനാണ് രാജിവെക്കേണ്ടതെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പ്രളയ സമയത്ത് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത് മേരിമാത കരാർ കമ്പനിക്ക് വേണ്ടിയെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം. ഇവിടെ വികസനം വന്നപ്പോൾ പ്രതിപക്ഷത്തിന് അതിന് വികസനത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ലാണ്ടിരുന്നപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. മാത്യു കുഴൽനാടൻ്റെ കേസ് എത്ര എണ്ണമാണുള്ളത്? ഞാനതിൽ നിയമസഭയിൽ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അയാൾ ചെയ്ത അഴിമതി വ്യാപകമാണല്ലോ. അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്തതല്ലേ? അയാൾക്ക് എന്താ അത് പറയാനുള്ള അർഹത? ഏറ്റവും വലിയ അഴിമതിക്കാരൻ്റെ രാജാവ് അഴിമതിക്കെതിരായി പറയുന്നതിൽ എന്താ അർത്ഥമുള്ളൂ? അയാൾ ആദ്യം രാജിവെച്ച് മാതൃക കാണിക്കണ്ടേ? ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഇക്ബാൽ, വലിയ ചർച്ചയായി വിവാദമായി. എന്തായാലും ഈ വിഷയത്തിൽ പ്രളയം ആ ഘട്ടം മുതൽ തന്നെ വിഷയമായിട്ടുള്ളതായിരുന്നു. അതിന് പിന്നാലെയാണ് മാത്യു കുഴൽനാടന്റെ ഈ ഒരു ഓഡിയോ പുറത്തുവിട്ടിട്ടുള്ള പ്രസ് മീറ്റ് അടക്കം നടത്തുകയും ചെയ്തത്. എന്തായാലും ഈ വിഷയത്തിൽ നിയമ നടപടിയിലേക്ക് തന്നെയാണോ പോകുന്നത്? ശ്രുതി, മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഒരു ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ട് ഈ തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വലിയ രീതിയിൽ കോൺഗ്രസ് ചർച്ചയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ചിറ്റൂരിലെ ഓഫീസിലേക്ക് ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന സുമേഷ് അച്യുതന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഈ വിഷയത്തിൽ തുറന്നടിച്ചിരിക്കുന്നത്. മാത്യു കുഴൽനാടിനെതിരെയാണ് മന്ത്രിയുടെ പ്രതിഷേധം എന്ന് പറയുന്നത്. മന്ത്രിസ്ഥാനം രാജിവെപ്പിക്കാനുള്ള UDF പ്രതിഷേധം അനാവശ്യമാണ് എന്നുള്ളതാണ് കെ കൃഷ്ണൻകുട്ടി പറയുന്നത്. മാത്രമല്ല, വികസന കാര്യങ്ങൾ വഴിതിരിച്ചു വിടണം. അതിനോടൊപ്പം തന്നെ ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സുമേഷ് അച്യുതനെതിരായിട്ടുള്ള അഴിമതി കാര്യങ്ങൾ മറച്ചുവെക്കണം. ഇതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത് എന്നുള്ളതാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ ഓഡിയോ അത് AI ആണെന്ന് തെളിയിക്കാൻ ഈ UDF വെല്ലുവിളിച്ചിരുന്നു. അതിനുമായി ബന്ധപ്പെട്ട നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കും. ഹൈക്കോടതി അഭിഭാഷകരുമായി ആലോചിച്ച ശേഷം നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത്. മാത്രമല്ല, താൻ ഇന്നുവരെ ഒരു അഴിമതിയും നടത്തിയിട്ടില്ല, അഴിമതിക്ക് കൂട്ടു നിന്നിട്ടുമില്ല. നിരവധി അഴിമതികൾ നടത്തിയിട്ടുള്ള മാത്യു കുഴൽനാടനാണ് രാജിവെക്കേണ്ടത് എന്നുമാണ് ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടുള്ളത്. ശരി, ഇക്ബാൽ അർക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.